പ്രായഭേദമന്യേ നരച്ച മുടിനെ കറുപ്പിക്കാൻ വേണ്ടി ഇതൊന്നും മാത്രം ഒന്ന് തൊട്ടു നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. വീട്ടിലുള്ള ഈ ഒരു സാധനം മാത്രം മതി. ഇതുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊന്ന് നമ്മുടെ നരച്ച മുടിനെ കറുപ്പാക്കാനും അതുപോലെ മുടി വളരാത്ത തലമുടി പോലും നല്ല അടിപൊളിയായിട്ട് മുടി വളരാനും സഹായിക്കുന്നതാണ് ഈ ഒരു സൂത്രം. ഇതൊന്ന് തൊട്ടു നോക്കൂ, അടിപൊളി റിസൾട്ട് ആയിരിക്കും. കെമിക്കലൊന്നും മേടിച്ച് തലമുടിയിലടിച്ച് തലമുടി എന്നും കളയേണ്ട കാര്യമില്ല. ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അഥവാ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ട്, അടുക്കളയിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 3 ഗ്രാമ്പു. ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് നല്ലപോലെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല കരിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകുന്ന പോലെ ആക്കിയെടുത്ത് എന്നാലും ഒരു കരിഞ്ഞതുപോലെ വരികയും വേണം കേട്ടോ. അപ്പം നമ്മുടെ ഇത്രയും സാധനം ഇവിടുന്ന് കരിച്ചെടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുംജീരകം ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. മുടി സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അത് മുടി നല്ല തടിച്ച് വളരാൻ സഹായിക്കുന്നതാണ് പെരുംജീരകം. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാൻ നല്ല അടിപൊളിയാണ്. മുടിക്ക് തലമുടി താരം പോകാനും മുടി നല്ലപോലെ കട്ടിക്ക് തിക്കോടുകൂടി വളരാനും സഹായിക്കുന്നതാണ്. അതുപോലെ മഞ്ഞൾ പൊടി നമുക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളുണ്ടെങ്കിൽ മാറാനും മുടിക്ക് നല്ലൊരു കിട്ടാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനം കൂടെ ഒന്ന് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഭാഗം സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓയിലാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ആവണക്കെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണ് ഉപയോഗിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഈ ഒരു കറുപ്പ് നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ. പക്ഷെ കെമിക്കൽ അടിക്കുന്ന പോലെ പെട്ടെന്നൊന്നും കറുത്തില്ലെങ്കിലും ഇത് നാച്ചുറലായത് കണ്ട് പതുക്കെ നമ്മുടെ മുടിയിലെല്ലാം നരച്ച മുടിയിലും പിടിച്ച് വരുന്നതും അതുപോലെ തന്നെ മുടി നല്ലപോലെ കിളുക്കുന്നതും കരിജീരകമൊക്കെ മുടിക്ക് വളരെ നല്ലതാണ്. ഗ്രാമ്പു മുടി വളരാൻ സഹായിക്കുന്നതാണ്. നല്ലൊരു മുടിക്കൊക്കെ നല്ല തിളക്കമായിട്ട് സോഫ്റ്റായിട്ട് കിടക്കാൻ സഹായിക്കുന്നതാണ്. ഈ ചകിരിനാര് പോലെയൊക്കെ ഇരിക്കുന്ന മുടി പോലും നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് വീട്ടിൽ നാച്ചുറലായിട്ട് നോക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ തലയിലേക്ക് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതോ എനിക്ക് റിസൾട്ട് കിട്ടുന്ന വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ മുടിയെല്ലാം 1 മണിക്കൂറോളം നമുക്ക് എപ്പോഴാണ് കുളിക്കുന്ന മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. 1 മണിക്കൂറോളം ഒന്ന് വെച്ചതിന് ശേഷം സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അതിനകത്ത് ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.